ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നത് എന്താണ്? ഇതെന്താണ് ഇന്നത്തെ വീഡിയോ? ശരിക്കും ഇത് ഏത് കുഞ്ഞാണെന്നൊക്കെയല്ലേ? വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ കൊച്ചാൾ തന്നെയാണ്. ആളിപ്പോൾ സ്കൂളിൽ വലിയ ടീച്ചറമ്മയായിട്ട് ഒരുങ്ങി പോയപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതെ ഈ കുഞ്ഞിലത്തെ കുറച്ച് കുറുമ്പൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് ഇത് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കൊച്ചിലത്തെ ആളുടെ കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും കുഞ്ഞാൾ അവളുടെ സ്കൂളിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഗ്രാജുവേഷൻ ഫംഗ്ഷന് UKG കുട്ടികൾക്ക്. അപ്പോൾ അതിനുവേണ്ടി ഒരു ടീച്ചറായിട്ട് ഒരുങ്ങി. അപ്പം നമുക്ക് ആ ഒരുങ്ങിയതും അവിടെ ചെന്നതുമായിട്ടുള്ള വീഡിയോ കാണാം. സ്റ്റാർട്ട്. അതെ, വന്നു ആളെ ഞാൻ രാവിലെ ഒരുക്കി റെഡിയാക്കി. ഇതിപ്പോൾ ഏകദേശം ഒരു 1 വീക്കായി കേട്ടോ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് എടുത്തതേ ഉള്ളൂ. ഈ സാരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഒരു 298 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറിൽ തന്നെ എടുക്കാനുള്ള കാരണം ആൾക്കൊരു ഈ റെഡ് കളറിലെ ടീഷർട്ട് ഉണ്ടായിരുന്നു. അതൊന്ന് ഇതിന് ബ്ലൗസായിട്ട് മാച്ച് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് തന്നെ എടുത്തത്. അപ്പോൾ അതെന്തായാലും കറക്റ്റ് മാച്ചിങ് ആയിരുന്നു. സാരിയൊക്കെ ഉടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ആൾ നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ. ഒരു ടീച്ചറായിട്ടൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആൾ. ഏകദേശം എങ്ങനെ നടക്കണ്ടേന്നൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ദേ അപ്പായാണിന്ന് കൊണ്ടുവിടുന്നത്. കാരണം ഒരു 9 o'clock ആകുമ്പോഴേക്കും എനിക്കും പോകണം, ഇൻവിറ്റേഷൻ ഉണ്ട്. എല്ലാവരും ഒന്നും പ്രോഗ്രാംസിന് ഇല്ല കേട്ടോ. നേഴ്സറിയിൽ നിന്ന് മോള് മാത്രമേ ഉള്ളായിരുന്നു പ്രോഗ്രാമിന് വേണ്ടി. വലിയതായിട്ടൊന്നുമില്ല, ആൾ ടീച്ചറായിട്ട് ഒരുങ്ങി ഇങ്ങനെ നടക്കുന്ന ഒരു ചെറിയ സീനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഉണ്ടെന്നാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആൾ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനും വലിയ ആളൂടെ റെഡിയായി സ്കൂളിൻ്റെ അവിടെ വന്നപ്പോഴേക്കും കുറേ പേരൻസൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നേഴ്സറിയിലെയും LKGയിലെയും കുട്ടികളുടെ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അവരുടെ പേരൻസും UKGയിലെ കുട്ടികളുടെ പേരൻസും എല്ലാം വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഡേ, KG ഗ്രാജുവേഷൻ വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കൊക്കെ ഡിഗ്രി ലെവലിലേ ഉള്ളായിരുന്നു ഗ്രാജുവേഷൻ. നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഒന്നും സമയത്തിൽ. ഇപ്പോൾ ഒരു കുറേ നാളായിട്ടൊരു 3-4 വർഷമായിട്ട് ഇങ്ങനൊരു സിസ്റ്റം കൂടി വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയാണ് കേട്ടോ ആൾ ടീച്ചറായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് പേരൻസിന് വലിയൊരു സന്തോഷമാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയൊക്കെ കാണുമ്പോഴും അവരുടെ പ്രോഗ്രാം കാണുമ്പോഴും. ഒരു ഡാൻസ് ഉണ്ട്, ഈ പോകുന്ന കുട്ടികളുടെ കൂടെ ഡാൻസിനാണ് ആൾ ടീച്ചറായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ സ്കൂളിൽ വന്നപ്പോഴേക്കും ടീച്ചേഴ്സൊക്കെ നല്ല നമ്മുടെ കേരള സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളും എല്ലാം റെഡിയായി. അപ്പോൾ കുറച്ച് കുട്ടികളെ ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ മുകളിലേക്ക് ടീച്ചർ കൊണ്ടുപോവാണ്. ആളെ റെഡിയാക്കി. ഇതാണ് കേട്ടോ മോളുടെ ടീച്ചർ. ആൾ മലയാളിയാണ്, തൃശ്ശൂരുകാരിയാണ്, മേരി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ മേരി മാം നിർത്തി എപ്പോഴും വന്ന് പറയും. അപ്പോൾ അങ്ങനെ ആളിതേ ഒരുങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വന്നിരുന്നല്ലോ, അവിടെ ഞങ്ങൾ പേരൻസിന് ഇരിക്കാൻ കുറച്ച് ക്ലാസ് റൂം തന്നിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ആൾ മുകളിലേക്ക് കയറി പോകുന്ന കണ്ടു. അപ്പോൾ ദേ ഈ ഒരു ക്ലാസ് റൂമിനകത്താണ് അവർ പ്രോഗ്രാമൊക്കെ നടത്തിയത്. അപ്പം അവർ കുഞ്ഞിൻ്റെ പ്രോഗ്രാമാണ്. ഈ ഒരു ഡാൻസിനിടയ്ക്കാണ് ആൾ വന്ന് നിൽക്കുന്നതൊക്കെ. പെട്ടെന്ന് ആദ്യത്തെ ഒരു സ്റ്റേജൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ ഫിയർ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തിട്ട് ആളൊന്ന് പേടിച്ച് മാമിനെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും നന്നായി ചെയ്തു. ഞാൻ വലിയ ഹാപ്പിയാണ് കുഞ്ഞാൾ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കുറച്ച് നേരം. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുമല്ലോ, ആ ഒരു സിറ്റുവേഷനാണ് അവർ ഈ കാണിക്കുന്നത് കേട്ടോ. മോള് സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു ചെറിയൊരു ഇതാണ് അവർ കാണിക്കുന്നത്. സ്കൂൾ ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം ഒരു 54 years ആയിട്ടുള്ള ഒരു സ്കൂളാണ്. നല്ല ഒരു സ്കൂളാണ്. സ്റ്റേറ്റ് സിലബസാണ് കേട്ടോ, കർണാടക സ്റ്റേറ്റ് സിലബസാണ്. പക്ഷേ നല്ല സ്റ്റാൻഡേർഡാണ്. കുട്ടികൾക്കാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും ഒക്കെ നല്ല സ്റ്റാൻഡേർഡാണ്. അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ളത് കൊണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ്. വലിയൊരു ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിലും വലിയൊരു മാറ്റമൊന്നും അവർക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളീ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സിലബസ് ആണെന്നൊക്കെ പറഞ്ഞാലും നല്ല ഫീസാണ് കേട്ടോ. അതായത് ഈ KG സെക്ഷൻ എന്നുള്ളത് സ്റ്റേറ്റ് സിലബസ് ഒന്നുമില്ലല്ലോ. അത് നമ്മുടെ ഈ CBSE സിലബസ് പോലെ തന്നെയാണ് KG സെക്ഷൻ പോകുന്നത്. അതായത് നേഴ്സറി, LKG, UKG എന്നുള്ളത്. അപ്പോൾ അവർക്ക് നല്ലൊരു ഫീസ് എമൗണ്ട് ഉണ്ട്. വർഷത്തിലൊരു നേഴ്സറിക്ക് ഒരു 30,000 40 അടുത്ത് ഫീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അവരെ അതുകൊണ്ട് നന്നായി പഠിപ്പിക്കുന്നുമുണ്ട്.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളായിരുന്നു അവരുടെ ഡാൻസ്. അത് കഴിഞ്ഞ് പിന്നെ പ്രോഗ്രാംസ് തുടങ്ങുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെതായി ഡ്രസ്സൊക്കെ ഇടിച്ചത് KG കുട്ടികളാണ് കേട്ടോ, UKG. അപ്പോൾ അവർക്ക് ഗ്രാജുവേഷൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളും ടീച്ചേഴ്സ് സംസാരിക്കുന്നത് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. ആൾ ചേച്ചിയുടെ കയ്യിലൊക്കെ പിടിച്ച് പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ആളുടെ ഫ്രണ്ടാണത് കേട്ടോ, സാനിയ എന്ന് പറഞ്ഞിട്ട് കുട്ടി വന്നു. അപ്പോൾ അവളുമായിട്ടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് കയറി വന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ആ ഒരു ഫംഗ്ഷൻ തീർന്നു. ആൾക്ക് സാരിയൊന്നും എടുത്ത് നടക്കുന്നതിലൊന്നും വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൂളായിട്ടാണ് നടന്നത്. ഒരു പാൻറ്റിൻ്റെ അടിയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ഫംഗ്ഷനും പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ തന്നെ തുറന്നോളാം, സാരിയൊക്കെ ഉടുത്തപ്പോഴേക്ക് വലിയ ആളായെന്നുള്ള രീതിയിൽ കീയൊക്കെ വാങ്ങി തുറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ തുറന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുഞ്ഞാൾ ഈ ടീച്ചറമ്മയായിട്ടൊക്കെ ഒരുങ്ങി പോയതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.